to my YouTube channel. 555 ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയത് അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിത മാറിയിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയതിന് ഈ വ്യക്തി ഉറപ്പായിട്ടും പശ്ചാത്തപിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടോ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ സാന്നിധ്യം നോക്കി നിൽക്കുന്നുണ്ടോ, അതുപോലെ ഈ പേഴ്സണ് എന്തെങ്കിലും തരത്തിലുള്ള മനസ്സ് മാറിയിട്ടുണ്ടോ? ഇത്രയുമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് എനർജി തന്നെ ടൈമാണ് കിട്ടിയിട്ടുള്ളത്, സമയമാണ്. സമയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ കാത്തിരിക്കില്ല, അല്ലേ? നമ്മളെ ഒരിക്കലും കാത്തിരിക്കാത്ത വലിയൊരു സത്യമാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ പറയേണ്ട സമയത്ത്, പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു അവസരം കിട്ടണം എന്നില്ല എന്നുള്ളതാണ്. അതാണ് സമയത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ പോയ സമയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാലഘട്ടം, നഷ്ടപ്പെട്ട സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം, അല്ലേ? നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും, എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ടെങ്കിലും, നമുക്ക് പോയ സമയം അല്ലെങ്കിൽ പോയ കാലഘട്ടങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ടൈമാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എന്നാണ്. അതായത് ഞാൻ യഥാർത്ഥ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം വൈകിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയാകുന്നു. ഈ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ലവ് മെസ്സേജ് ആണ്. സോ ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടായിരുന്നു, നിങ്ങളുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം എടുക്കണം, തീരുമാനമെടുക്കണം എന്നൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. പക്ഷേ അതെടുക്കേണ്ട സമയത്ത് ഈ പേഴ്സൺ എടുത്തില്ല. ഇപ്പോൾ ഏറെ കൂടുതൽ വൈകിയിരിക്കുന്നു, സമയം വൈകിയിരിക്കുന്നു. കാലങ്ങളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും ഒക്കെ പോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഭയം തോന്നുന്നു, അല്ലെങ്കിൽ പേടിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ഈ പേഴ്സന്റെ പുറകെ നടന്നിട്ടുണ്ടാകണം. അപ്പോൾ പുറകെ നടക്കുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകണം, നമ്മുടെ മനോഹരമായിട്ടുള്ള സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ പേഴ്സൺ എന്തുകൊണ്ടോ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, ആ ഒരു സമയത്തിനോ സാഹചര്യത്തിനോ നിങ്ങൾക്കോ നിങ്ങളുടെ വാക്കുകൾക്കോ വില നൽകാതെ മുന്നോട്ട് നീങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോ തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് നോക്കുകയാണ്. അതും പേടിയോടുകൂടിയും അതുപോലെ ഭയത്തോടു കൂടിയുമാണ് നോക്കുന്നത്. അതുപോലെ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കണം എന്നുണ്ടായിരുന്നു, അത് വേണ്ട സമയത്ത് ഈ വ്യക്തിക്ക് എടുക്കാൻ സാധിച്ചില്ല, അതിനും സമയം വൈകിപ്പോയി എന്നുള്ളതും ഈ പേഴ്സൺ തിരിച്ചറിയുകയാണ്. യെസ്, ദ പോർക്യുപൈൻ ആൻഡ് ദ ആനിമോൺ. ബൗണ്ടറീസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും ഈ പേഴ്സണ് ഒരു അതിരുകൾ വെക്കാമായിരുന്നു. ഓക്കെ, നമ്മളൊരു അതിര് വെക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ലിമിറ്റേഷൻ, ഒരു ലിമിറ്റ് വെക്കണം, ഒരു ബൗണ്ടറി വെക്കണം, അല്ലേ? അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് മറ്റാരും അനാവശ്യമായിട്ട് കടന്നു കയറി വരാണ്ടിരിക്കാനും മറ്റാരും നമ്മളെ നിയന്ത്രിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അനാവശ്യമായിട്ട് മറ്റാരേക്കോ ഈ പേഴ്സൺ വിശ്വസിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, അവരെ വിശ്വസിച്ചു, അവരുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതിന് പകരം ഈ വ്യക്തി മറ്റാർക്കൊക്കെയോ പ്രാധാന്യം നൽകി മറ്റു പലവരെയും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അപ്പൊ
അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ആദ്യമൊക്കെ വലിയൊരു കൗതുകമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഈ വ്യക്തിക്ക് തോന്നിയെങ്കിൽ പോലും പിന്നീട് അത് അബദ്ധമായി പോയി, അല്ലെങ്കിൽ മണ്ടത്തരമായി പോയി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സൺ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് അതിരുകൾ, അതായത് നിർത്തേണ്ടോടത്ത് നിർത്തണം, നിർത്തേണ്ട ആൾക്കാരെ നിർത്തണം, ദൂരെ നിർത്തണം എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാറ്റം എന്ന് പറയുന്നത്, മാറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ട്രാവൽ ആണ്, ചേഞ്ച് ഇൻ ലൊക്കേഷൻ ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം, നിൽക്കുന്ന സ്ഥലമായിരിക്കാം, ചെയ്യുന്ന ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരായിരിക്കാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഈ പേഴ്സണ് പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഉറപ്പായിട്ടും ആ ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് അത് കൂടുതലും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. കാരണം ഒരുപക്ഷെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാകാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേരളത്തിലാണെങ്കിൽ ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ രണ്ട് സ്റ്റേറ്റുകളിലായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസിലായിരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ട്. അതായത് മനസ്സ് തുറന്നുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു അടുപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഇത്രയും കാലം ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്ന സാഹചര്യം എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, ബിക്കോസ് അതിൽ നിന്നും ഈ പേഴ്സണ് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ളതൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് സിഗ്നൽ ആണ്. കാരണം നിങ്ങൾ ചേഞ്ച് ദ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ചേസർ ആണ്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനി മോർ എന്നാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഈ പേഴ്സൺ വേറെ പല കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാകണം. അതായത് വേറെ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത്, ചിലപ്പോൾ പണമായിരിക്കാം. പണം എന്ന് പറയുന്നത് ആവശ്യത്തിന് വേണം, അത് ഭയങ്കരമായിട്ട് കവിഞ്ഞൊഴുകുന്ന ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അമിതമായിട്ട് ഒന്നും വേണ്ട. അപ്പോൾ ഈ ചിലപ്പോൾ പദവി ആയിരിക്കാം, ചിലപ്പോൾ പഠനമായിരിക്കാം, ജോലിയായിരിക്കാം, ഫെയിം ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം, അച്ഛനമ്മയുടെ നിർബന്ധപ്രകാരമായിരിക്കാം. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട, ചിലവഴിക്കേണ്ട മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് മറ്റു പലവർക്കും പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിലേക്ക് ഓവറായിട്ട് അതിലേക്ക് ഇഴുകിച്ചേരുകയും ഒക്കെ ചെയ്തിട്ട് ഈ പേഴ്സൺ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സന്റെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടു. അതായത് ഈ പേഴ്സൺ അതിനൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ, ഒരു സ്ഥാനത്ത് ഈ പേഴ്സൺ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒട്ടും വിചാരിക്കാത്ത ഏതെങ്കിലും ഒരു പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ കയറിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് വിജയിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പാരൻസ് പറയുന്നതിനനുസരിച്ച് ജീവിച്ച് അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സന് മാനസികപരമായിട്ട് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ എന്തിന്റെ പിന്നാലെയാണ് ഇത്രയും കാലം പോയത്, ആ ഒരു കാര്യത്തിന്റെ പിന്നാലെ പോയിട്ട് പുറകെ പോയിട്ട് എനിക്ക് എന്ത് കിട്ടി, എനിക്ക് സന്തോഷമുണ്ടോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് പണം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പേഴ്സന് സന്തോഷമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ പേഴ്സന് സന്തോഷമുണ്ടോ? ഇതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ കുറവ് ഈ പേഴ്സന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേദനകൾ മാത്രമല്ല, ഒറ്റപ്പെടുത്തലും ഈ പേഴ്സൺ
ഒറ്റപ്പെടൽ, മനസ്സുകൊണ്ട് ഒറ്റപ്പെടുക. അതായത് നമുക്ക് ചുറ്റിനും ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാകും, കൂട്ടുകാരുണ്ടാകും, നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, കൊളീഗ്സ് ഉണ്ടാകും, പാരൻസ് ഉണ്ടാകും. പക്ഷെ മനസ്സുകൊണ്ട് ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു മെസ്സേജിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ എന്നാണ്. എനിക്കിനി ഒന്നിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ അത് നിർത്തിയിരിക്കുന്നു, ഞാൻ ആ പരിപാടി നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഈ പേഴ്സൺ വന്നിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ ലവ് ആണ് അതിനേക്കാളൊക്കെ വലുതെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ആൻഡ് ഓൾസോ ദ റൈറ്റ് പാത്ത്, ലവ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്നാണ്. അതായത് പലപ്പോഴും ഈ പേഴ്സണ് സംശയം തോന്നിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. ഈ വ്യക്തി ചിലപ്പോൾ അത് പഠിപ്പ് കൊണ്ടോ അറിവ് കൊണ്ടോ പണം കൊണ്ടോ എന്തൊക്കെയോ ഈ പേഴ്സൺ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് ചേർന്നതാണോ. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് ചേർന്ന വ്യക്തിയല്ല നീ, അല്ലെങ്കിൽ എനിക്ക് ചേർന്ന ഒരു പ്രണയമല്ല ഇത്, എനിക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ വലുത് എനിക്ക് കിട്ടും എന്നുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തിലൊക്കെ ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാവണം. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് മനസ്സിലാകുന്നു, ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ചുറ്റിനും പ്രണയിക്കാൻ ഉണ്ടാകണം, പക്ഷെ ഈ പേഴ്സൺ അവരുമായിട്ടൊന്നും ഈ പേഴ്സണ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് അതിമനോഹരമെന്നും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തന്നെയാണ് ആ ഒരു റൈറ്റ് പാത്ത്, ആ ഒരു ശരിയായിട്ടുള്ള പാതയെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ്. ആൻഡ് ഓൾസോ നമുക്ക് ദ ഓവറോൾ എനർജി വി ക്യാൻ സി ദ കമ്മിറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഇതൊരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻഗേജ്മെന്റ്, കല്യാണം, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം കമ്മിറ്റ്മെന്റ്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഉള്ളൂ എങ്കിൽ അങ്ങനെയും ആകാം. എന്താണോ ആ ഒരു കമ്മിറ്റ്മെന്റ് തരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. നിങ്ങൾ കീപ്പ് ഓൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. ആൻഡ് ഓൾസോ മനസ്സെപ്പോഴും ശുദ്ധമാക്കി വെക്കുക. എപ്പോഴും തീയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് വിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ മെഴുകുതിരി തെളിയിക്കുക, അങ്ങനെയൊക്കെ തെളിയിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും ഒരു ഫയറിന്റെ എനർജി എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.